السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله الطيبين وأصحابه الغر الميامين ومن تبعهم بإحسان إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله العظيم وصدق رسول الله المصطفى الكريم ونحن على ذلك من الشاهدين والشاكرين. സർവസ്തുതിയും സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. അവൻ്റെ അനന്തവും അതുല്യവും അപരിമേയവുമായ അനുഗ്രഹത്തിൻ്റെ അനുസ്യൂത പ്രവാഹം ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുന്നിൻ്റെ അധരമൊഴികളെ അനുദിനം അനുധാവനം ചെയ്യുന്ന അനുചരവൃത്തങ്ങളിലും സ്വാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പ്രൗഢോജ്ജല വേദിയുടെ സമാധരണീയനായ അധ്യക്ഷൻ, വിജ്ഞാനഗംഗയിലെ താരാപഥങ്ങളായ ബഹുവന്യ ഗുരുനാഥന്മാർ, രിബാത്തിയൻ പോർമുഖത്തെ ഓരോ ചലനങ്ങളും കണ്ണിമ വെട്ടാതെ ഒപ്പിയെടുക്കുന്ന ബഹുമാനപ്പെട്ട വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യ സമൂഹം. അതിനാൽ തന്നെ സ്വാതന്ത്ര്യം എന്ന അവകാശത്തിന് അർഹനായിക്കൊണ്ടാണ് ഓരോ മനുഷ്യജന്മവും ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്നത്. സാമൂഹിക ജീവിയായ മനുഷ്യൻ്റെ വ്യക്തിപരമായ അവകാശങ്ങളെപ്പറ്റി ഇസ്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. 14 സംവത്സരങ്ങൾക്കപ്പുറം മാനവികതാ മൂല്യങ്ങൾ തീർത്തും അപരിചിതമായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. കള്ളിനും പെണ്ണിനും പൊന്നിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആ സമൂഹത്തിൽ സ്ത്രീ എന്നത് കേവലം കാമപൂർത്തീകരണത്തിനുള്ള ഉപകരണം മാത്രമായിരുന്നു. നമുക്കറിയാം, പിറന്നു വീഴുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടാൻ പോലും മടി കാണിക്കാതിരുന്ന ആ സമൂഹത്തെ കേവലം 23 വർഷം കൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നക്ഷത്ര തുല്യരാക്കി തീർക്കുകയായിരുന്നു. ബഹുമാനികളെ, കീഴാളന് വിദ്യ നിഷേധിക്കുകയും ബ്രാഹ്മണവേദം ശ്രവിച്ചു പോയ പുലയൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കുകയും ചെയ്തിരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് വഴി നടക്കുവാനോ മാറുമറയ്ക്കുവാനോ അവകാശമില്ലാതിരുന്ന അവർണ സമൂഹത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് കൈപിടിച്ചുയർത്താൻ മഹാനായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താനെ പ്രേരിപ്പിച്ചത് യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ എന്ന ഖുർആനിൻ്റെ ആപ്തവാക്യമായിരുന്നു. ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബി. ഒരു അറബിക്കും അനറബിയേക്കാളോ ഒരു അനറബിക്കും അറബിയേക്കാളോ സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മതിയായ വിജ്ഞാന സമ്പാദനം ഓരോ വ്യക്തിയുടെയും അവകാശമാണെന്നല്ല, മറിച്ച് നിർബന്ധ ബാധ്യതയാണെന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ജനവികാരങ്ങളെ തെല്ലും പരിഗണിക്കാതെ സ്വേച്ഛാധിപത്യത്തിന് മുതിരുന്ന അധികാരികൾക്ക് എക്കാലവും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം വഅംറുഹും ശൂറാ ബൈനഹും എന്ന ആയത്തിലൂടെ ഓരോ വ്യക്തിക്കും തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കു മുന്നിലും തുറന്ന് പ്രകടിപ്പിക്കുവാൻ സ്ഥൈര്യം നൽകുന്ന ഇസ്ലാമിൻ്റെ നീതിന്യായ സങ്കല്പങ്ങൾക്ക് മുന്നിൽ ഉന്നതന്മാരായ ഖലീഫമാർ പോലും തങ്ങളുടെ പ്രജകളുടെ വിചാരണയ്ക്ക് വിധേയരായിട്ടുണ്ട്. എന്നാൽ ആളും തരവും നോക്കി നീതിയുടെ നിറവും മണവും മാറുന്നതാണ് ഇന്നിൻ്റെ നീതി സങ്കല്പമെങ്കിൽ
14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യാവകാശം മുറ്റി നിൽക്കുന്ന തുല്യനീതിയുടെ അതുല്യ പ്രഖ്യാപനം നടത്തിയില്ലേ? എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ പോലും അവളുടെ കരങ്ങളും ഞാൻ ഛേദിക്കുമെന്നുള്ള സമത്വത്തിൻ്റെ അതുല്യ പ്രഖ്യാപനം. ഇത്തരത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അധ്യാപനങ്ങളെ മുറുകെ പിടിച്ച മുസ്ലിം സമൂഹം നാഗരികതയുടെ കൊടുമുടികൾ കീഴടക്കിയപ്പോഴും വികസിത വമ്പന്മാരാണ് നൂറ്റം കൊള്ളുന്ന പാശ്ചാത്യ ലോകം മൗലികാവകാശങ്ങൾക്കായി കേഴുകയായിരുന്നു. നമുക്കറിയാം, 20-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലും ഇറ്റലിയിലും പിറവിയെടുത്ത നാസിസവും ഫാസിസവും ജനകോടികളെ കൂട്ടക്കശാപ്പ് ചെയ്തപ്പോഴാണ് ആഗോളതല സ്പർശിയായി മനുഷ്യാവകാശ ചർച്ചകൾ തന്നെ സജീവമാകുന്നത്. 1998 UN ആദ്യമായി ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. എന്നാൽ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്ന അവകാശങ്ങൾ ഇന്നും ന്യൂനപക്ഷങ്ങൾക്ക് അന്യമായി തന്നെ തുടരുകയാണ്. ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ മണ്ണിൽ തൊലി കറുത്തുപോയി എന്ന ഒറ്റ കാരണത്താൽ പശിയടക്കുവാനുള്ള അന്നം നിഷേധിക്കപ്പെട്ട ബോക്സിംഗ് ഇതിഹാസം കാഷസ് ക്ലേയെയും വർണ്ണവെറി പൂണ്ട യാങ്കി പോലീസിന്റെ ബൂട്ടിനടിയിൽ ഞെരിഞ്ഞമർന്ന് പ്രാണന് വേണ്ടിക്കാണ് ജോർജ് ഫ്ലോയിഡിനെയും സമൂഹം മറന്നിട്ടില്ല. UN ആദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ അതേ വർഷം തന്നെയല്ലേ പ്രിയമുള്ളവരെ സയനിസ്റ്റ് കോമരങ്ങൾ ഫലസ്തീൻ മണ്ണ് അനർഹമായി കയ്യേറുന്നത്? ജൂതവർഗത്തിന്റെ തനി നിറം വ്യക്തമായിരുന്ന ലോകരാജ്യങ്ങൾ അഖിലം അവരെ പുറന്തള്ളിയപ്പോൾ ഇസ്ലാമികാധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന ഫലസ്തീൻ മക്കൾ അവർക്ക് മാനുഷിക പരിഗണന നൽകിയെന്നത് മാത്രമായിരുന്നു അവർ ചെയ്ത തെറ്റ്. അന്നു മുതൽ വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കി തുടങ്ങിയ ക്രൂരതകൾക്ക് ഇന്നും അറുതി വന്നിട്ടില്ലെന്നോർക്കണം. ബഹുമാനികളെ, ഇന്ന് നാം സമൂഹത്തിൽ എന്താണ് കാണുന്നത്? എത്രയെത്ര മനുഷ്യത്വ ലംഘനങ്ങളാണ് ദിനംപ്രതി സമൂഹ മാധ്യമങ്ങളിലൂടെ നാം ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. മാസവേതനം അല്പം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്ന എത്രയോ പാവങ്ങൾ, ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കൂലിവേല ചെയ്യുന്നതിൻ്റെ പേരിൽ പ്രമാണിവർഗങ്ങളുടെ ക്രൂരമായ ആക്ഷേപഹാസ്യങ്ങൾക്കിരയാക്കപ്പെടുന്ന എത്രയോ പരമദരിദ്രരാണ് ജീവിതം എന്ന ശിക്ഷയെ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുസ്ലിം സമുദായമേ, അനീതിക്കെതിരിൽ നിലകൊള്ളുന്നത് ജിഹാദാണെന്നും ആ മാർഗത്തിലെ ജീവത്യാഗം രക്തസാക്ഷിത്വമാണെന്നും പഠിപ്പിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മനുഷ്യാവകാശങ്ങൾക്കായി ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ചെറുത്തുനിൽപ്പിൻ്റെ പുതുചരിത്രം രചിക്കുന്ന 10,000ങ്ങളുടെ പടയണിയിൽ പങ്കാളികളാകാൻ ഞാനും നിങ്ങളുമടങ്ങുന്ന മുസ്ലിം സമുദായം സന്നദ്ധരാകണം. ധീരതയും ജാഗ്രതയും കൈമൃതിയിലാക്കി ഊർജ്ജസ്വലതയോടെ സമൂഹത്തെയും ലോകത്തെയും മുന്നോട്ട് നയിക്കേണ്ട ഭാരിച്ച ചുമതലയുള്ളവരാണ് നാം. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി ആധുനിക സമസ്യകളെ അതിജീവിക്കുന്ന വീരേതിഹാസ നായകന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന് ഉപസംഹാരം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.